Students, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർഗാനിക് കെമിസ്ട്രി 12th സ്റ്റാൻഡേർഡ് ഓർഗാനിക് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് 3 ഫാമിലികളാണ് ഈ ഓർഗാനിക് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാ? ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. അതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ വീഡിയോ നമ്മളിപ്പോൾ പറയുന്നത്. ആരാ ആൽഡിഹൈഡ് എന്നൊക്കെ ഉള്ള നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലൊക്കെ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ് മീൻസ് CHO ഗ്രൂപ്പാണ്. CHO സ്ട്രക്ചറിൽ ഇരിക്കുന്നത് ഫ്രീ സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H, ഒരു ബോണ്ട് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞ ആൽഡിഹൈഡിനെ നമ്മളിപ്പോൾ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതുമ്പോൾ CHO എന്ന് ചേർത്ത് എഴുതും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് HCHO. അതിന്റെ IUPAC നെയിം മെത്തനാൽ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന ഫാമിലിയാണ് കീറ്റോൺ. കീറ്റോൺ എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ 2 അറ്റങ്ങൾ ഫ്രീ ആണ്. എന്ന് വെച്ചാൽ CO കീറ്റോൺ ഗ്രൂപ്പ് എപ്പോഴും നടുക്കിയിരിക്കത്തുള്ളൂ. ബെസ്റ്റ് എക്സാമ്പിൾ പ്രൊപ്പനോൺ ആണ്. ആ കീറ്റോണിൽ മെത്തനോൺ, എത്തനോൺ എന്ന് പറഞ്ഞ ആളില്ല. ആദ്യത്തെ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ കീറ്റോൺ ഫാമിലി ഈസ് പ്രൊപ്പനോൺ ആണ്. അപ്പൊ അതിൽ സ്ട്രക്ചറിൽ CO ഗ്രൂപ്പ് കാണും. അപ്പോൾ പ്രൊപ്പനോൺ CH3CO CH3 ആൻഡ് IUPAC നെയിം പ്രൊപ്പനോൺ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലുള്ള അടുത്ത ഫാമിലി ഏതാ? കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ COOH, ഫ്രീ ബോണ്ട് ഒരെണ്ണേ ഉള്ളൂ, ഫ്രീ ബോണ്ട് COOH. അത് സ്ട്രക്ചറിൽ ഇരിക്കുമ്പോൾ ഫ്രീ ബോണ്ട് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് HCOH. ഫസ്റ്റ് മെമ്പർ അതിന്റെ പേര് മെത്തനോയിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മേജർ ആയിട്ട് 4 പോർഷൻസിലൂടെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനെ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ച് തീർക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം നടക്കുന്നത് നെയിമിംഗ് ആണ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഇല്ല, പ്രൈമറി ആൽഡിഹൈഡ് അങ്ങനെയൊന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നെയിമിംഗ് ആണ് വരുന്നത്. IUPAC നെയിംസ് ഓഫ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അതിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പം റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ്. സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്, സ്ട്രക്ചറിൽ നിന്ന് നെയിംസ് എഴുതും. പിന്നെ ഇവരുടെ കുറച്ച് IUPAC നെയിമിന് നമ്മൾ കോമൺ നെയിമും കൂടി നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കാര്യം ലാബിലൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽസിന് അത് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് നമുക്ക് നോക്കാം. CH3CHO എന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചാൽ എത്തനാണ്. അരസാനം CH3CHO ആരാ? എത്തനാൽ. 2 കാർബൺസ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും കാർബോക്സിലിക് ആസിഡ് ആയാലും ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഒരു കാർബൺ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കാർബൺ ഉൾപ്പെടെ വേണം നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യുമ്പോൾ, നെയിം ചെയ്യുമ്പോഴും നമ്പർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2 കാർബൺ ആറ്റം വിത്ത് ഇൻക്ലൂഡിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് there are 2 കാർബൺ ആറ്റം. സോ നെയിം എന്ത് വരും? എത്തനാൽ. അതിന്റെ കോമൺ നെയിം എന്ത് വരും? അസറ്റാൽഡിഹൈഡ് എന്ന് വരും. ഇനി അടുത്ത് നോക്കാം. CH3CO CH3 അവസാനം CH3CO CH3. CO ഗ്രൂപ്പ് വരുമ്പോഴേ അറിയാം പ്രൊപ്പനോൺ. 3 കാർബൺ വരുമ്പോൾ അതെന്തോ പ്രൊപ്പനോൺ ആണ്. അതിന്റെ കോമൺ നെയിം ഈസ് അസറ്റോൺ. ഇനി HCHO മീൻസ് നമ്മൾ ആൾറെഡി മേലിൽ കണ്ടതാണ്. ഒറ്റ കാർബൺ ഉള്ള ആൽഡിഹൈഡ്, ദാറ്റ് ഈസ് മെത്തനാൽ. ഇതിന്റെ കോമൺ നെയിം ഫോർമാൽഡിഹൈഡ് എന്ന് വരും. ഫോർമാൽഡിഹൈഡ് ആണ് മെത്തനാലിന്റെ കോമൺ നെയിം. ഇനി HCOOH അതെന്ന് പറയുന്നത് മെത്തനോയിക് ആസിഡ് ആണ്. മെത്തനോയിക് ആസിഡിന്റെ കോമൺ നെയിം ഈസ് ഫോമിക് ആസിഡ്. എന്തോ നെയിം? ഫോമിക് ആസിഡ്. ഇനി നമ്മൾ ബെൻസീൻ റിങ്ങിന്റെ മണ്ടയിൽ CHO ഇരുന്നാൽ അതിന്റെ നെയിം എന്ത് വരും? ബെൻസ് ആൽഡിഹൈഡ് എന്നാണ്. എന്തോ നെയിം? ബെൻസീൻ റിങ്ങിന്റെ മണ്ടയിൽ CHO വന്നാൽ ഇറ്റ് ഈസ് കോൾഡ് ബെൻസ് ആൽഡിഹൈഡ്. ഇനി സ്ട്രക്ചറിന്റെ അകത്ത് നോക്കുക. അപ്പൊ ബ്രാഞ്ച് വന്നിട്ട് CH3CH, ബ്രാഞ്ച് CH3 CH2 CHO. അപ്പൊ നമ്മൾ പാരന്റ് ചെയിൻ ആയിട്ട് ഇത് നെയിം എടുക്കും. ഇതിൽ മൊത്തം ടോട്ടൽ 4 കാർബൺ ആറ്റം. സോ ഇറ്റ് ഈസ് ബ്യൂട്ടനാൽ ആണ്. ഓക്കെ, സോറി, ബ്യൂട്ടനോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ബ്യൂട്ടനാൽ ആണ്. അപ്പോൾ ബ്യൂട്ടനാൽ അതിൽ ഏത് ക്വസ്റ്റ്യനിലാണ് CH3 എന്നിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് 2-methyl ബ്യൂട്ടനാൽ. ഇറ്റ് ഈസ് 2-methyl ബ്യൂട്ടനാൽ. ഇനി അടുത്ത സ്ട്രക്ചറിലേക്ക് വെക്കാം. ഇതൊരു സൈക്ലോഹെക്സൈൻ ആണ്. ആ സൈക്ലോഹെക്സൈനിൽ മീഥൈൽ ഗ്രൂപ്പും വന്നു, CHO ഗ്രൂപ്പും വന്നു. അപ്പൊ ഇതിന്റെ നെയിം എന്ത് വരും എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സൈക്ലോഹെക്സൈൻ അതേപോലെ എഴുതും. അതിൽ CHO വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇത്ര എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് കാർബാൾഡിഹൈഡ് ആണ്. ഈ CHO നെ നമ്മൾ അങ്ങനെ വേണം നെയിം ചെയ്യാൻ. അപ്പൊ ഇതിന്റെ പേര് 3-methyl സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ്. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചു ചെയ്യുന്ന കാര്യം. ഇതിന് നമുക്ക് ഒരിക്കലും സൈക്ലോഹെക്സനാൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാര്യം അത് കണ്ടിന്യൂസ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇതിന്റെ പേര് 3-methyl സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ് എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. ഞാൻ അടുത്ത സ്ട്രക്ചർ നോക്കാം. CH3CHO OCH എന്ന് വെച്ചാൽ മെത്തോക്സി ഗ്രൂപ്പാണ്. നമ്മളത് ഈതേഴ്സിൽ കണ്ടതാണ്. അതിലേക്ക് CHO വന്നു. അപ്പൊ നമ്മളിവിടുത്തെ പാരന്റ് ചെയിൻ ആയിട്ടുള്ളത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കും. അതിൽ 3 എണ്ണം. സോ ഇറ്റ് ഈസ് പ്രൊപ്പനാൽ. അതിന്റെ സെക്കൻഡ് കാർബൺ, this is first carbon, this is second carbon, this is third carbon.
സെക്കൻഡ് കാർബണിൽ നമുക്ക് എന്തോ വന്നു, സെക്കൻഡ് കാർബണിൽ നമുക്ക് OCl. സോ ഇറ്റ് ഈസ് 2-മെത്തോക്സി പ്രൊപ്പനാൽ, 2-മെത്തോക്സി പ്രൊപ്പനാൽ എന്ന് വരും. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. 9th സ്ട്രക്ചർ CH2 ഡബിൾ ബോണ്ട് CH. ഇതിനകത്ത് ടോട്ടലി 3 കാർബണുണ്ട്, ഡബിൾ ബോണ്ട്. അപ്പൊ ഇതിന്റെ പേര് പ്രൊപ്പനാൽ എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം. ഡബിൾ ബോണ്ടും ആൽഡിഹൈഡും വരുമ്പോൾ പ്രിഫറൻസ് പോകുന്നത് ആർക്കാണ്? ആൽഡിഹൈഡിന് തന്നെയാണ്. കാര്യം നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ പ്രയോറിറ്റി ഓർഡറിൽ പഠിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ് ഹാസ് ഹയർ റാങ്ക് പ്രയോറിറ്റി ആണ്. അതുകൊണ്ട് എന്ത് കിട്ടും? ഈ പറഞ്ഞ കാർബണിന് തന്നെ ഫസ്റ്റ് പോകും. സെക്കൻഡ് കാർബൺ, ദിസ് ഈസ് ദ തേർഡ് കാർബൺ. സോ ഇറ്റ് ഈസ് പ്രൊപ്പ് ടു EN ആൽ. സത്യത്തിൽ EN 1 ആലാണ്. 1 ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്താണ് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊപ്പ് ടു EN ആൽ. അടുത്ത സ്ട്രക്ചർ നോക്കാം. ബെൻസീൻ റിങ്ങിന്റെ മണ്ടയിൽ 2 CHO ഗ്രൂപ്പ്. സോ നമ്മൾ ഇതിനെ നെയിം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ബെൻസീൻ 1,2 ഡൈ കാർബാൾഡിഹൈഡ്. നമ്മൾ ഇവിടെ കണ്ടു. ഇങ്ങനെ ബ്രാഞ്ച് വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കാർബാൾഡിഹൈഡ് എന്ന ടേമാണ്. ഓക്കെ, ഇവിടെ മാത്രമേ ഉള്ളൂ ചേർത്ത് നമ്മൾ വിളിക്കുന്നത്. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് CHO മാത്രമേ ഉള്ളെങ്കിൽ അതാരാണ്? ബെൻസാൾഡിഹൈഡ് ആണ്. അല്ലാത്ത വശങ്ങളിൽ നമ്മൾ എപ്പോഴും കാർബാൾഡിഹൈഡ് എന്ന ടേം ഉപയോഗിക്കും. അപ്പം അടുത്ത് നോക്കാം. ബെൻസീൻ റിങ്ങിൽ CHO, അപ്പൊ ഇത് Br ഇല്ലെങ്കിൽ ഇതാരാ? ബെൻസാൾഡിഹൈഡ് ആണ്. അതിൽ ആരും കൂടെ വന്നു? ബ്രോമിനും കൂടെ വന്നു. അപ്പൊ ഇതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ സെക്കൻഡ്, ദിസ് ഇസ് ദ തേർഡ്. സോ ഇറ്റ് ഈസ് 3-ബ്രോമോ ബെൻസാൾഡിഹൈഡ്, 3-ബ്രോമോ ബെൻസാൾഡിഹൈഡ്. ഇനി ഇതൊരു സൈക്ലോഹെക്സേൻ ആണ്. അതിലേക്ക് ആ സൈക്ലോഹെക്സേൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. പക്ഷെ അതിലെ ഒരു കാർബൺ, ആറാമത്തതോ ഒന്നാമത്തെ കാർബൺ, ഇത് 1-ാം കാർബൺ, 2, 3, അല്ലെങ്കിൽ ഇത് 1, 2 അങ്ങനെ പോകുമ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബൺ. ആ ഫസ്റ്റ് കാർബൺ ആരുടെ ഭാഗമാണ്? ഈ കീറ്റോണിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതെന്ത് വരും? സൈക്ലോ ഹെക്സാനോൺ വരും. നിങ്ങൾക്ക് ഇവിടെയും സംശയം വന്നതാണ്, ഇതെന്തുകൊണ്ട് സൈക്ലോ ഹെക്സനാൽ ആയിരുന്നു? കാര്യം എത്രയേ ഉള്ളൂ, ഈ സൈക്ലോ ഹെക്സനിൽ മൊത്തം 6 കാർബൺ ഉണ്ട്. അതിലെ ഒരു കാർബണും ആരുടേതല്ല, ആൽഡിഹൈഡിൻ്റെതല്ല. ആൽഡിഹൈഡിൻ്റെ അവിടെ പ്രത്യേകിച്ച് ഒരു കാർബൺ വന്നതുകൊണ്ടാണ് അതെന്തെന്ന് വന്നത്, കാർബ് ആൽഡിഹൈഡ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ ഒരു സൈക്ലോഹെക്സേൻ ഉണ്ട്. ആ സൈക്ലോഹെക്സേനിൽ 6 കാർബൺ ഉണ്ട്. അതിലെ ഫസ്റ്റ് കാർബൺ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായ കീറ്റോണിന്റെ കൂടെ നിൽക്കുന്ന കാർബൺ ആണ്. സോ ഇറ്റ് ഈസ് സൈക്ലോഹെക്സനോൺ. അതിൽ സെക്കൻഡ് പൊസിഷനിൽ നിന്ന് ബ്രാഞ്ച് പോയി മീഥൈൽ. സോ ഇറ്റ് ഈസ് 2-മീഥൈൽ സൈക്ലോഹെക്സനോൺ, 2-മീഥൈൽ സൈക്ലോഹെക്സനോൺ. കുറച്ചും കൂടി നെയിമിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു ചാപ്റ്റർ. കാര്യം ഒരു വലിയ ഓർഗാനിക് ചാപ്റ്ററാണ് ഈ പറഞ്ഞ ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾ, ഫസ്റ്റ് വീഡിയോ മോഡ്യൂൾ നമ്മൾ ജസ്റ്റ് അതിന്റെ ആരാണ് ആൽഡിഹൈഡ്, ആരാണ് കീറ്റോൺ, ആരാ കാർബോക്സിലിക് ആസിഡ്, അവരുടെ സ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി, അവരുടെ എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ അതിനുശേഷം IUPAC നെയിമിലേക്ക് വന്നു. അതിൽ കുറച്ച് കോമൺ നെയിംസ് നന്നായിട്ട് പഠിച്ചു വെക്കണം, നന്നായിട്ട് എഴുതി പഠിക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീഡിയോ നിങ്ങൾ ഒരു 3 റൗണ്ടെങ്കിലും കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ നല്ല രീതിയിലും നിങ്ങൾക്ക് രജിസ്റ്ററായി മൈൻഡിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ഒരിക്കലും നമ്മുടെ അല്ലാത്ത ക്ലാസ്സസുമായിട്ട് നിങ്ങൾ കമ്പാരിസൺ നടത്തരുത്. കാര്യം ഡയറക്റ്റ് ക്ലാസ്സിന്റെ പെക്യൂലാരിറ്റിയും അതിൻ്റെ ഒരു സ്ട്രിക്ട്നെസ്സും അതിൽ നിന്ന് കിട്ടുന്ന മാർക്സും എന്ന് പറയുന്നത് ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയും സ്റ്റുഡൻസ് അവിടെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന മൂഡും കൂടി അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിന്റെ അതേ മാർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് നമുക്ക് ലോക്ക്ഡൌണിനൊക്കെ ശേഷം തുടങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അതുവരെ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ ഇരുന്ന് ഒന്നും പഠിക്കാത്ത വലിയ മടിയന്മാരായി പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഇത്ര ആക്റ്റീവായിട്ട് ഏറ്റവും ടഫസ്റ്റ് പോർഷൻസ് ഓഫ് ദ 12th സ്റ്റാൻഡേർഡ് തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടഫസ്റ്റ് പോർഷൻ ആണ്. അപ്പോൾ ഈ ടഫസ്റ്റ് പോർഷൻ നിങ്ങൾ ഇപ്പോഴേ കുറെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസിൽ എടുക്കുമ്പോൾ അത്രയും സമയം ചിലവാക്കാൻ, അത്രയും സമയം നമുക്ക് ഇനി ചിലവാക്കാൻ ഒരിക്കലും ഇനിയിപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്താൽ പോലും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നവും കൂടി പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സസ്, അതും ഓർഗാനിക് കെമിസ്ട്രിയുടെ NCERTയുടെ കണ്ടൻസ്ഡ് തിയറിയുടെ ഓർഗാനിക് ക്ലാസ്സസ് ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ വീഡിയോ മോഡ്യൂളും നിങ്ങൾ കാണുന്നതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ വീഡിയോ മോഡ്യൂളോ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററോ പഠിച്ച് ക്ലിയർ ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ഇതിലോട്ട് പോകും. അതെങ്ങനെ ക്ലിയർ ആക്കുമെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓരോ വീഡിയോസ് ഇപ്പോൾ ആൽക്കോൾസ് ഫിനോൾസിലാണെങ്കിൽ 10 വീഡിയോ മോഡ്യൂൾ വന്നു, അത് എല്ലാം 3 പ്രാവശ്യം വെച്ച് കാണുക. അതിൻ്റെ ഫുൾ ഡയറക്റ്റ് നോട്ട് നിങ്ങൾ തന്നെ കൈകൊണ്ട് എഴുതിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ ഉറപ്പാക്കുക. അല്ലാതെ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അത് പിന്നെ നോക്കി പഠിക്കാം, അങ്ങനെയൊക്കെ പലരും എക്സ്ക്യൂസസ് പറയുന്നുണ്ട്. ഞാൻ നോട്ട്സ് ഈ പറഞ്ഞ പോലെ നോട്ട്സ് എഴുതുന്നവർ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ വീഡിയോ കാണുമ്പം തന്നെ ഒരു പ്രാവശ്യം കൂടെ എഴുതിയിട്ടുള്ള ഒരാൾക്കേ ഇതിൻ്റെ ക്ലാസ്സസ്
പ്രോസസ്സിന്റെ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ തന്നെ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് വീഡിയോസ് കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ സ്റ്റുഡൻസ്. ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ മൊഡ്യൂളുമായിട്ട് നമുക്ക് കാണാം.